അവസാനത്തെ റിയാക്ഷൻ ഇവിടെ നമ്മുടെ സ്പീക്കർ ഷംസീർ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടി നിർത്തപ്പെട്ട വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇല്ലാതെ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ടീച്ചറെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സണ്ണിക്കെതിരെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. ടീച്ചർ കേരളത്തിൽ മുഖ്യമന്ത്രിയെക്കാളും ജനപ്രീതിയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായി മാറി കൊറോണ കാലഘട്ടത്തിലെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായിയേക്കാളും ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന ആർക്കാ? ടീച്ചർക്കാണ്. അപ്പോൾ കേരളത്തിൽ ഒരാൾക്കും എന്നെക്കാളും ഭൂരിപക്ഷം കിട്ടാൻ പാടില്ല, ഒതുക്കി കളയണം. അതിനാ ടീച്ചറെ കൊണ്ടുപോയി ആ മലയോരത്ത് കൊണ്ടുപോയി ഒതുക്കി. ഇതിവിടെ ചർച്ചയെല്ലാം തോന്നുന്നുണ്ട് നമുക്ക്. ഇതിൻ്റെ എല്ലാം എഫക്റ്റ് കണ്ണൂർ ജില്ലയിലും തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലയിലും ഉണ്ട്. ഇനിയിപ്പോൾ ധർമ്മടം എന്താ സംഭവിക്കാൻ പോകുന്നത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ ഏതൊരു കവി പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു റിസൾട്ടാണ് അവിടുന്ന് വരാൻ പോകുന്നത്. തോറ്റതിന് തുല്യമായ വിജയമേ പിണറായിക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ ഞങ്ങളുടെ സർവേയിൽ 10,000 വോട്ടിന് താഴെ ധർമ്മടത്ത് പിണറായി 10,000 വോട്ടിന് താഴെ പോകുന്ന പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി തോറ്റാൽ പോലും നമ്മളാരും ഞെട്ടേണ്ടതില്ല എന്ന് ആ സർവേ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഈ പറയുന്ന ഇത്രയും ഇഫക്റ്റ് ഉണ്ട് ഇവിടെ. ഇത്രയും ഇഫക്റ്റ് ഇത് കേരളത്തിലെ ഒരു ജില്ലയിലും ഇല്ല. ആരാ വോട്ട് ചെയ്യുന്നത്? സഖാക്കളാണ് വോട്ട് ചെയ്യുന്നത്. എന്തിനാ വോട്ട് ചെയ്യുന്നത്? അവർക്ക് അവരുടെ പാർട്ടി ഉണ്ടാവണം, ആ സംവിധാനം നിലനിൽക്കണം ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പാർട്ടിയെയും ഒരു സംവിധാനത്തെയും ഇടതുപക്ഷ ചിന്തകരെയും ഇടതുപക്ഷ അനുഭാവികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും വരാനിരിക്കുന്ന സർക്കാർ പിണറായിയുടേതാകരുത് എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് വോട്ട് ചെയ്യണം. അല്ല, റിയാസിനായിരുന്നു ആ ജില്ലയുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്ന നിലക്കും പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന നിലക്കും ആ ജില്ലക്കാരൻ എന്ന നിലക്കും അദ്ദേഹത്തിനായിരുന്നു അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. ഓരോ സെക്രട്ടേറിയറ്റ് മെമ്പർക്കും ആ ജില്ലയുടെ ചാർജ് ഉണ്ടാവും. ആ സ്ഥാനം ഏറ്റെടുത്തിരുന്നതും ആ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടത് എല്ലാം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് നടന്ന് ഇതിനു വേണ്ടിയിട്ട് മറ്റ് സ്ഥാനാർത്ഥികൾ വേഴാമ്പലിനെ പോലെ ഇപ്പോൾ പോസ്റ്റർ വരും, ഇപ്പോൾ സോഷ്യൽ മീഡിയക്കാർ വരും, ഇപ്പോൾ ബാനർ വരും, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രസംഗിക്കാൻ ആൾ വരും എന്ന് കരുതി അന്തം വിട്ട് നടന്നു. അവർ നിരായുധരായി. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഒരു റൂട്ടിലേക്ക് പോയി. UDF പ്രവർത്തകർ അടിച്ചു കയറി. അത് തന്നെയാണ് സംഭവിച്ചത്. അത് ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് ബേപ്പൂരിൻ്റെ ബൗണ്ടറി കടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അല്ല, അത് മുന്നേറ്റത്തിന് അൻവർ അവിടെ മത്സരിച്ചത് കൊണ്ടാണോ മുഹമ്മദ് റിയാസ് അവിടെ നിൽക്കേണ്ടി വന്നതെന്ന് നിങ്ങൾക്കറിയാലോ. എൻ്റെ വായ കൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ.